പന്തൽ, അലങ്കാരം, ശബ്ദം, വെളിച്ചം എന്നീ മേഖലകളിൽ ഉള്ളവരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ KSHGOA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനായി ശ്രീകണ്ഠാപുരം ഒരുങ്ങി. നാളെ നവംബർ 26-ന് ആരംഭിക്കുന്ന ജില്ലാ സമ്മേളനം 27-ന് സമാപിക്കും. ശ്രീകണ്ഠാപുരം PK ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ജർമ്മൻ പന്തലിൽ കലാരാഘവൻ സാബു നഗറിലാണ് സമ്മേളനം നടക്കുക. സാംസ്കാരിക തനിമ കാത്തുസൂക്ഷിക്കുന്ന കേരള സമൂഹത്തിൽ പന്തലും പന്തിയുമൊരുക്കി സമ്മേളന വേദികളും സാംസ്കാരിക സദസ്സുകളിലും ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും വർണ്ണം ഒരുക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഈ സംഘടന. സംഘടനയിൽപ്പെട്ട മെമ്പർമാരും കുടുംബങ്ങളും അടക്കം 1200-ൽ-അധികം ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. KV സുമേഷ് MLAയും സജീവ് ജോസഫ് MLAയും ഉൾപ്പെടെ വിവിധ ജനപ്രതിനിധികളും സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുക്കും. 27-ന് പ്രകടനവും പൊതുസമ്മേളനവും ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടക്കും. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 27-ന് വൈകിട്ട് മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠപുരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളുടെ 60ഓളം വിൽപ്പന സ്റ്റാളുകളും തുറക്കും. NK അജയകുമാർ, മോഹനൻ മാലൂർ, KV ശശീന്ദ്രൻ, സിയാദ് K, EK താജുദ്ദീൻ, KC അലക്സ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 33 വർഷങ്ങൾക്ക് മുമ്പ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തുള്ളവർക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 20 വർഷത്തോളം 20ാം ജില്ലാ സമ്മേളനമാണ് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. ശ്രീകണ്ഠാപുരത്ത് വെച്ച് നവംബർ 26, 27 തീയതികളിൽ കലാരാഘവൻ സാബു ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രത്യേക സജ്ജമാക്കി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ ഒത്തുചേരുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന രൂപത്തിൽ നമ്മൾ സ്വയം പ്രഖ്യാപിതമായ ഒരു ബിസിനസ് തുടങ്ങുകയും ഏതാണ്ട് 33 വർഷത്തോളം അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഇവിടെ എത്തിച്ചേർന്നവരാണ്. സ്വയം പ്രയത്നം കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് സാമൂഹിക രംഗത്ത് ഉൾച്ചൂടാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ജനങ്ങളുമായി അനേകം അടുത്ത് ഒട്ടിനിന്നുകൊണ്ട് സർക്കാർ തലയും സാംസ്കാരിക അമ്പലങ്ങളായാലും പള്ളികളായാലും എന്തിനിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഉൾപ്പെടെ സർക്കാർ നമുക്ക് വേണ്ടത്ര ഇത്രയും നമ്മൾ സർവീസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര ഗൗനിച്ചില്ല എന്നൊരു പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് സാംസ്കാരിക പെൻഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണതയിൽ എത്താൻ സാധിച്ചില്ല എന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 60, 70, 80 വയസ്സായ നമ്മുടെ പ്രവർത്തകരിന്ന് വളരെ സാമ്പത്തികമായി അവൻ്റെ യുവത്വം മുഴുവനും ഈ സമൂഹത്തിന് വേണ്ടി പാടുപെട്ട് മന്ത്രിമാരെ മണിമന്ദിരത്തിൽ എത്തിച്ച ഒരു മേഖല ഇന്ന് പെൻഷൻ കൊടുക്കാത്തവരുടെ നിത്യദാരിദ്ര്യത്തിലും ദുഃഖത്തിലും നമ്മൾ മിക്ക മീറ്റിങ്ങിൽ പോയാലും നമ്മളെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും വളരെ വിനയത്തോടും അതുപോലെ അവകാശ ബോധത്തോടും കൂടി സംസാരിക്കുന്ന വിഷയമാണ് സാംസ്കാരിക പെൻഷൻ. അത് പൂർണ്ണത എത്തിക്കാൻ സാധിക്കാത്തത് നമ്മളിവിടെ ഇന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് മുഖാമുഖം MLA മാരും സാമൂഹിക സാംസ്കാരിക നായകന്മാരുമായി ആശയങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.